ഹായ്, എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് സാമ്രാജ്യം കണ്ടാലോ? ഇത് ചെയ്തിരിക്കുന്നത് ഒരു 14 സെൻറ്റ് ഭൂമിയിലാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 105 പോസ്റ്റോളം വെച്ചിട്ട് 210 പ്ലാന്റ്സ് ഇതിൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ചില പ്ലാന്റ്സ് ഒക്കെ പോസ്റ്റ് കയറി മറിഞ്ഞു, ചിലതൊക്കെ ആ ഒരു വളർച്ചയിലേക്ക് വരുന്നതേ ഉള്ളൂ. ഒരുവിധമൊക്കെ കായ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതിലൊക്കെ തരക്കേടില്ലാത്ത രീതിയിൽ കായ പിടിച്ചു നിൽപ്പുണ്ട്. ഏകദേശം 1.5 വർഷം കഴിഞ്ഞ് ഇത് പ്ലാന്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ഓരോ ട്രിപ്പായിട്ടാണ് കായ ഉണ്ടാകുക. ഏകദേശം ഒക്ടോബർ വരെ കായ ഉണ്ടാവും. നമ്മളിതിൻ്റെ തൈയും ഉണ്ടാക്കുന്നുണ്ട്. 80 രൂപയാണ് വില. കൊറിയർ ചാർജ് 100 വരും. DTDC വഴിയാണ് അയക്കുന്നത്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യും. ഇതിനിടയിലെല്ലാം ചാല് കയറിയിട്ട് ചെണ്ടുമല്ലിക കൃഷി ചെയ്തിട്ടുണ്ട്. ഏകദേശം 200 മരത്തോളം ചെണ്ടുമല്ലിക ഈ സീസണിൽ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് കക്കിരിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം 10 മരത്തോളം ചെയ്തിട്ടുണ്ട്. പന്തലിട്ടും വെയിൽ കെട്ടിയും ചുവരിലേക്ക് കയറ്റിയിട്ട് അവിടെ ഒരു പന്തൽ പോലെയൊക്കെ ആയിട്ട് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ കൃത്യമായ വളപ്രയോഗത്തിലൂടെ നല്ലൊരു വളർച്ചയിലേക്ക് എത്തി നിൽക്കുവാണ്. കായ പിടിക്കാനുള്ള പെൺപൂക്കൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആൺപൂക്കളാണ് ഈ കാണുന്നത്. നിറയെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് മാവിനങ്ങളും പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് നാംഡോക് മായി എന്ന ഇനാണ്. ഇത് റെഡ് ഐവറി എന്ന ഇനം മാവാണ്. നല്ല വലിപ്പം വരുന്ന മാങ്ങയാണ് ഇത് പിടിക്കുക. ഇത് R2E2 എന്ന ഇനാണ്. ഇതുവരെ ഇവിടെ കായ പിടിച്ചിട്ടില്ല. വലിയ തൈ വാങ്ങി വെച്ചതാണ്. ഇത് സൂപ്പർ ക്യൂൻ എന്ന ഇനാണ്. ഇതും ആയി വരുന്നതേ ഉള്ളൂ. ഇത് മധുരക്കിഴങ്ങിന്റെ പ്ലാന്റ് ആണ്. ഇവിടെ നമ്മൾ കപ്പിയും പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇത് സാധാരണ പാഷൻ ഫ്രൂട്ട് അല്ല, ഇത് പനാമ യെല്ലോ എന്ന പാഷൻ ഫ്രൂട്ട് ആണ്. ഈ സീസൺ കായ നല്ല കുറവാണ്. കഴിഞ്ഞ സീസണിൽ നിറയെ പിടിച്ചിരുന്നു. അപ്പം എല്ലാവരും എൻ്റെ കൊച്ചു സാമ്രാജ്യം കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷം.